എനിക്കിപ്പോ തൽക്കാലം എന്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനില്ല. പിന്നെ എനിക്കൊരു മാരുതി സെലേരിയോ ഓട്ടോമാറ്റിക് ആയിരുന്നു, പെട്രോൾ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഞാനിപ്പോ ഡിസ്പോസ് ചെയ്തപ്പോ എനിക്ക് ഒരു ക്ലോസ് ടു 5 lakhs കിട്ടി. അപ്പൊ ആ കാശ് ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തു കഴിഞ്ഞ് ഇതിന്റെ EMI വരുമ്പോ ഞാൻ ഒരു മാസം പെട്രോൾ അടിക്കുന്നതിന് തുല്യമായ എമൗണ്ടേ എനിക്ക് വരുന്നുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു മാസം പ്രത്യേകിച്ച് അഡീഷണൽ ചെലവൊന്നും ഇല്ലാതെ എനിക്കൊരു പുതിയ വണ്ടിയും കിട്ടും. അത് EV ആണ്. അത് ഞാനൊരു സപ്പോസിറ്റ്ലി എന്റെ ഡ്രൈവിംഗ് പാറ്റേൺ വെച്ച് ഒരു 3 കൊല്ലം ഞാൻ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ബ്രേക്ക് ചെയ്യണം. 3 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഞാൻ ഓടിക്കുന്ന ഓരോ കിലോമീറ്ററും എനിക്ക് ലാഭമാണ്. അപ്പൊ നമ്മള് EV വണ്ടി എടുക്കുന്നത് അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലാതെ ഇപ്പൊ തൽക്കാലത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഇതിന്റെ പെട്രോൾ വണ്ടി എടുക്കാനാണെങ്കിൽ ഇതിനേക്കാളും 3.5 ലക്ഷം രൂപ താഴെയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്നവർക്ക് അതൊരു നഷ്ടമാണ്. പക്ഷെ ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരു മാസം ഒരു 1000-1200 കിലോമീറ്റർ ഓട്ടോ ഉള്ളവർക്കാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ആവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അവന്റെ ഫാദർ നെക്സോൺ എടുത്തു. 7 മാസം കൊണ്ട് അവര് 39,000 കിലോമീറ്റർ ഓടിയത്. അങ്ങനെയൊക്കെ ഓടാനാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും ലാഭമാണ്. ഞാൻ കോട്ടയത്ത് ഒരു പുള്ളീനെ പരിചയപ്പെട്ടു. പുള്ളി ഇപ്പൊ ഒരു മാസത്തെ പുള്ളിയുടെ പെട്രോളിന്റെ ലാഭം പുള്ളി ചിട്ടിയായിട്ടിട്ട് 40,000 രൂപയുടെ ചിട്ടിക്ക് പുള്ളി കൂടിയേക്കുക. അപ്പൊ ചില ആൾക്കാർക്ക്, എനിക്ക് അത്രയും ഓട്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും ലോങ് ടേമിൽ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കതൊരു പ്ലസ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മള് ഒരു പെട്രോൾ വണ്ടി ഓടിച്ച് ശീലിച്ച് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു പെട്രോൾ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരം കാണുന്നതാണ്, പെട്രോൾ ഹെഡ്സ് പറയുന്നതാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു EV എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഡെഡ് ആണ്. അതായത് ഓടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഈ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയായിട്ടൊരു കണക്ഷനോ ഇമോഷനോ ഒന്നും ഇല്ലാന്നൊക്കെയാണ് ഒരുപാട് പേര് പറയാറ്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും കേട്ടോ. അവർ പറയുന്നത് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവർക്ക് ചിലപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ട ഫീഡ്ബാക്ക് അതായിരിക്കും, അല്ലെങ്കിൽ ദേ ആർ യൂസ്ഡ് ടു ദാറ്റ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിയാണുള്ളത്. അപ്പൊ ഈ നമ്മൾ കൂടുതലായിട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് മോഷൻ സിക്നസും ഡിസ്കംഫേർട്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. വേറെ ഈ വണ്ടിയിൽ കയറിയ പിന്നെ കൊച്ചു അങ്ങനെ ഒരു സാധനം കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എന്താണ്? ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അവർക്ക് AMT വണ്ടികൾ ഇഷ്ടമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാനുവലി ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ പല ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യാനും എഗൻസ്റ്റ് ചെയ്യാനും പല ആൾക്കാരുണ്ടാവും. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ്. അപ്പൊ ഇലക്ട്രിക് താല്പര്യം അല്ലെങ്കിൽ പെട്രോൾ. EVയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല പീസ് ഓഫ് മൈൻഡ് അല്ലേ, നല്ല സുഖമാണ്. അത് മാത്രമല്ല, നമുക്ക് ഹൈവേയിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഓവർടേക്ക് ചെയ്തിരിക്കും. നമ്മൾ അത് വിചാരിച്ച് തീരുന്നതിന് മുന്നേ വണ്ടി നമ്മൾ അവിടെ എത്തിച്ചിരിക്കും. പിന്നെ നമ്മളിത് ഒരുവിധം നമ്മളൊരു കണ്ടിട്ടുള്ള ഒരു 95% ആളുകൾ വൺസ് ഒരു EVയിലേക്ക് സ്വിച്ച് ചെയ്താൽ പിന്നെ അവർക്ക് പെട്രോളിലേക്ക് തിരിച്ചു വരാനൊരു മടിയാണ്. അത് പെട്രോളിന്റെ കോസ്റ്റ് കൊണ്ടാണെങ്കിലും ഓടിക്കുന്നതിന്റെ കംഫർട്ടാണ്. ബ്രോയ്ക്ക് എയ്ത്തർ ഉള്ളതാണ്. ഇപ്പൊ 1 കൊല്ലമായിട്ട് എയ്ത്തർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ചൊരു പെട്രോൾ സ്കൂട്ടർ ഓടിക്കാൻ പറഞ്ഞാൽ ബ്രോ എടുക്കും? ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി ഫ്രണ്ട്സിന്റെ കൂടെ അവരെ ഡിയോയിൽ കയറുമ്പോഴാണെങ്കിലും എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സൗണ്ട്, വൈബ്രേഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. കാരണം നമ്മൾ ആ ഒരു സോർട്ട് ഓഫ് സ്മൂത്ത്നെസ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റായി, 0 വൈബ്രേഷൻ. അപ്പൊ ഇതിപ്പോ ടോപ്പ് വേരിയന്റ് അല്ലേ, ടോപ്പ് വേരിയന്റിന് ഓൺ റോഡ് എക്സാക്ട്ലി എത്ര രൂപയായിട്ട്? 13. ഞാനിപ്പോ കൊടുത്തത് 13 ആണ്. 12.98 സംതിങ് വരും. അപ്പൊ ഓൾമോസ്റ്റ് 13 lakhs. പ്ലസ് മറ്റേ നമ്മുടെ ചാർജർ ഉണ്ട് അതിനകത്ത് തന്നെ, മറ്റേ 7.2 kWh ഫാസ്റ്റ് ചാർജറും നമ്മുടെ വണ്ടിയുടെ വാൾ മൗണ്ട് ചെയ്യാൻ മറ്റേ 3 ഫേസിൽ അതുകൊണ്ട്. അപ്പൊ ഓൾറെഡി സെലേറിയോ വിറ്റിട്ട് 5 lakhs കിട്ടി. ബാക്കി 8 lakhs EMI എടുത്തിട്ടുണ്ട്. EMI എന്ന് പറയുമ്പോ 7 ഇയേഴ്സിലേക്ക് ഒരു മാസം 12 point something വരും. 12,000 രൂപ വെച്ച് EMI. അപ്പൊ ഈ 12,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബ്രോ പണ്ട് സെലേറി യൂസ് ചെയ്തിട്ടുണ്ടപ്പോ മന്ത്ലി 10,000 അടുത്ത് പെട്രോൾ കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മാത്രല്ല, ഞാൻ നേരത്തെ ഓടിക്കൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ ഓടും. തീർച്ചയായും ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ഫ്രീഡം വരും. റേഞ്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ഫ്രീഡം ഉണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏതർ ആണെങ്കിലും
ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന എൻടോർക്ക. അപ്പൊ ഒരു പെട്രോളിന്റെ വില 100 കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒന്ന് പുറത്ത്, ഇപ്പൊ വൈഫ് പറയണം നമുക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിൽ പണ്ടാരം 200 രൂപ പെട്രോൾ അടിച്ചാല് ഇനി രണ്ടു ദിവസം കൂടുമ്പോ 200 രൂപ നമ്മള് പെട്രോൾ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു ഫുൾ ചാർജിനാണെങ്കിലും കൂടിപ്പോയ ഒരു 25 രൂപ നമുക്ക് ചെലവ് വരുന്നുള്ളൂ. ആ ഒരു ചെലവ് വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ചാർജിങ് ഉള്ളത് കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം, ഫ്രീ ഓഫ് കോസ്റ്റ്. കുറച്ച് ടൈം കൺസംഷൻ ഉണ്ടാവും, എന്നിരുന്നാലും ഫ്രീ ഓഫ് കോസ്റ്റ് എവിടെ വേണമെങ്കിലും പോവാന്നുള്ളൊരു ഫ്രീഡം, ഭയങ്കര ഒരു ഫ്രീഡം ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് പൊതുവെ പെട്രോൾ വണ്ടി 1000 കിലോമീറ്റർ ഓടുന്നവനാണെങ്കിൽ EV ആണെങ്കിൽ അനാവശ്യത്തിനൊക്കെ എടുത്ത് ഓടും. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ സെലറിയോ ബാംഗ്ലൂർ വിറ്റിട്ട് തിരിച്ചു വന്ന് ഈ വണ്ടി കിട്ടാൻ എനിക്കൊരു 1.5-2 ആഴ്ചയായിട്ട് ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫുൾ എയ്ത്തർ വെച്ചാ ഓടിയത്. ഒരു 700 കിലോമീറ്റർ ഓടാൻ എനിക്ക് 120 രൂപയുടെ ചെലവായുള്ളൂ. എയ്ത്തർ ഗ്രിഡിലാണ് മെജോറിറ്റി ഞാൻ ചാർജ് ചെയ്തത്. ബാക്കി ഇവിടെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ കണ്ട ബോൾട്ടിന്റെ ആപ്ലിക്കേഷനിൽ ചാർജ് ചെയ്യാൻ ഒരു 120 രൂപയുടെ ചെലവിൽ 700 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടി ഉള്ള ഒരാൾക്ക് അത് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് പെട്രോൾ വണ്ടിക്കാർ പലരും ഇപ്പൊ എന്റെ ചാനലിലൂടെ ആണെങ്കിലും പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് EVസിനെതിരെ. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പല റീസൺ കാരണം പലർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്കാണെങ്കിൽ പറയുന്ന പോലെ ഈ ബുള്ളറ്റ് ഒക്കെ ഓടിക്കുമ്പോൾ ഉള്ള പോലത്തെ വൈബ്രേഷനും ആ കുട്ടു സൗണ്ടും ഇഷ്ടമുള്ള ആളുകളാണ്. പക്ഷെ എന്താണ്ടോ ബ്രോ, അപ്പൊ പൊതുവെ എങ്ങനെയാണ് ബ്രോ എവിടെയാണ് ചാർജ് ചെയ്യാറ്, എങ്ങനെയാണ് ചാർജ് ചെയ്യാറ് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. എന്റെ എയ്ത്തർ ഞാൻ ഇപ്പൊ 1 കൊല്ലം എടുത്തിട്ട് കഴിഞ്ഞ മാർച്ചിലെടുത്താണ്. അതിപ്പോ ചാർജ് ചെയ്യുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ബോൾട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാൾ മൗണ്ടഡ് ചാർജർ അല്ല, അതൊരു പവർ പ്ലഗ് ആണ്. സോ നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നോ അതിനുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ പൊതുവെ ചാർജിങ് പാറ്റേൺസ് എവിടെയാണ്, എങ്ങനെയാണ്? എല്ലാം സ്ലോ ചാർജിങ് ആണ്. എയ്ത്തർ മാത്രമാണ് ഞാൻ മറ്റേ ഗ്രിഡിലിട്ട് അത് ഇവിടെ അമൂർ കിച്ചൺ ഉണ്ട് തൊട്ടടുത്ത് ഇൻഫോ പാർക്കിൽ. അപ്പൊ അവിടെ പോയി വെച്ചിട്ട് ഒരു കുറച്ചു നേരം അവിടെ ഇരുന്നൊരു ചായയും കുടിച്ച് അല്ലെങ്കിൽ ആര്യാസ് വരെ ഒന്ന് നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും വണ്ടി 80% ആവും. ടിയാഗോയുടെ കേസിൽ എങ്ങനെയാണ്? ടിയാഗോയുടെ കേസിൽ ഇതുവരെ ഈ വണ്ടി ഫാസ്റ്റ് ചാർജിങ് കണ്ടിട്ടില്ല. ഇത് ഒന്നല്ലെങ്കിൽ എന്റെ വൈഫിന്റെ വീട്ടിൽ ചാർജ് ചെയ്ത്, വൈഫിന്റെ വീട്ടില്, എന്റെ വീട്ടില്, പിന്നെ ഇവിടെ അപ്പാർട്ട്മെന്റ്. വൈഫിന്റെ വീട്ടിലാണ് മറ്റേ 7.2 കിലോ മൗണ്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് വണ്ടി എനിക്ക് കിട്ടിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 7 വർക്കിംഗ് ഡേയ്സിലാണ് അവർ ഈ മൗണ്ടിന്റെ ആൾക്കാരെ വിളിച്ച്. അപ്പൊ ഞാൻ എറണാകുളത്ത് നിന്ന് എടുത്തിട്ട് അത് ഏറ്റുമാനൂരാണ് വൈഫിന്റെ വീട്. അപ്പൊ ആ ഒരു ചാർജർ ആണെങ്കിൽ നമുക്ക് എത്ര ടൈം എടുക്കും? അത് ഇവര് പറയുന്ന 4 hours ആണ്. അത് 4 hours തന്നെ ആവുന്നതാണ്. ഞാൻ ഇതുവരെ ടിയാഗോ ഓണേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ് വെച്ചിട്ട് 4 hours തന്നെ അത് ചാർജ് ആവുന്നുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു, 4 hours കൊണ്ട് ഫുൾ ചാർജ് ആവും എന്നുള്ളതിനെ പറ്റി? മോർ ദാൻ എനഫ് അല്ലേ? 8 hours തന്നെ ഞാൻ ഈസിലി മാനേജ് ചെയ്യുന്നു. നമുക്ക് നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്ന നമുക്ക് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് മറ്റേ നമുക്ക് എയ്ത്തറിന്റെ ആപ്പ് ഉള്ള പോലെ ഇതിന്റെ സിപ്ട്രോണിന്റെ ആപ്പ് ഉണ്ട്. അത് ഫാർ മോർ അഡ്വാൻസ്ഡ് ആണ് എയ്ത്തേഴ്സ് ആപ്പ്. നമുക്ക് ഏത് പെർസെന്റേജിലെ ചാർജ് നിർത്തണം എന്ന് വരെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ബേസിക്കലി നമുക്ക് 2 ചാർജറുകൾ ഉണ്ട്. വണ്ടിയുടെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നത് 3.3 കിലോ വാട്ടിന്റെ ചാർജർ. അതുകൊണ്ട് ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ടാണ് 0 to 100. അതല്ലെങ്കിൽ നമുക്കൊരു 30% നിന്നൊക്കെ തുടങ്ങിയ ഒരു 7-7.5 മണിക്കൂർ ചാർജ് ആവും. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന 50,000 രൂപയുടെ 7 കിലോ വാട്ടിന്റെ ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 hours കൊണ്ട് ടിയാഗോ ചാർജ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു ടൈമിംഗ് തന്നെയാണ്. നെക്സോൺ ആണെങ്കിലും 7.2 സപ്പോർട്ട് ചെയ്യുന്നത് 5 hours അത് തിരക്കേടില്ലാത്തൊരു ഓപ്ഷനാണ്. പക്ഷെ പ്രൊവൈഡഡ് യു ഹാവ് എ 3-phase കണക്ഷൻ. 3-phase എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 2 ചാർജറാണ്. അപ്പൊ 2 പിന്നാണ്. ഇപ്പൊ ഇതിന് ഒറ്റ പിന്നാണ്. നമ്മുടെ സ്ലോ ചാർജിങ്ങിന് മേളിലത്തെ പോർഷനും ഫാസ്റ്റ് ചാർജിങ് വരുമ്പോ താഴത്തെ പോർഷനും 2 പിന്നും കൂടെ. അപ്പൊ 3-phase ഉണ്ടെങ്കിൽ മാത്രമേ 2ലേക്കും പവർ ജനറേറ്റ് ആവൂ. ഇനി നമുക്ക് റേഞ്ച് ആങ്സൈറ്റിനെ പറ്റി സംസാരിക്കാം. ഓക്കെ. അപ്പൊ പൊതുവെ എല്ലാരും പറയുന്നതാണ്, ഒരുവിധ ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ലോങ് പോകുന്ന ആളുകളല്ല. എല്ലാവരും കുറച്ച് ഫാമിലി ആയിട്ട് നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് ഒരു ലോങ് പോവാ. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഇപ്പൊ ചിലപ്പോൾ പെട്രോൾ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പൊ അവര് പലരും പറയാറുണ്ട്,
ഈ റേഞ്ച് ഒന്നും പോരാ, ഭയങ്കര റേഞ്ച് ആങ്സൈറ്റി ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. ബ്രോഡ് അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള അനുഭവം എങ്ങനെയാണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ലോങ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ 540 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ. അപ്പൊ ആ 540 കിലോമീറ്റേഴ്സ് പോലും ഇലക്ട്രിക്കൽ ട്രൈ ചെയ്യാൻ എനിക്ക് മടിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറെ മറ്റേ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ആപ്സ് ഉണ്ട്. ആ കൺസോളിഡേറ്റഡ് ആപ്സ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂർ വരെയുള്ള റൂട്ടിൽ ഇഷ്ടം പോലെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നോർമലി ഒരു പെട്രോൾ കാർ വെച്ച് ഞാൻ ഇവിടുന്ന് രാവിലെ 4:30 സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഞാൻ ബാംഗ്ലൂർ എത്തും. ആ 1 മണി എന്നുള്ളത് ഞാനൊരു 3 മണിക്കൂർ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആ പോകുന്നതിന്റെ ഒരു 1/5 കോസ്റ്റില് എനിക്ക് ഈസി ആയിട്ട് ബാംഗ്ലൂർ എത്താൻ പറ്റും. അപ്പൊ ഒള്ളി കൺസിഡറേഷൻ നമ്മൾ കഴിക്കുന്ന സ്ഥലത്തിന് അടുത്ത് ഒരു ഫാസ്റ്റ് ചാർജർ ഉള്ള സ്ഥലം നോക്കി നമ്മൾ ആദ്യമേ ട്രിപ്പ് പ്ലാൻ ചെയ്യും. നമ്മള് നല്ലപോലെ നല്ല പ്ലാനിങ് വേണം. ആയിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇത് പറ്റില്ല. അതെ, EVs പൊതുവെ 2 വീലേഴ്സ് ആണെങ്കിലും നമ്മളൊരു ലോങ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലാനിങ് വേണം. നമ്മള് ഒരു ചാർജർ നോക്കി വെച്ചിട്ട് അത് ചാർജ് ചെയ്യാൻ ഇടുന്ന ടൈമിൽ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ച്, അതെ, അപ്പൊ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്കും തരക്കേടില്ലാത്ത രീതിയിൽ ചാർജ് ആയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാനിങ് വേണം. അതാണ് പെട്രോൾ വണ്ടി ആവുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാം, പോവാം, പെട്രോള് അടിക്കുക, വരാം. വേറെ ചെലവ് എന്ന് പറഞ്ഞാൽ വേറെ ചെലവില്ലാതല്ല, സമയം ചെലവാവില്ല, പക്ഷെ പോക്കറ്റ് ഒരു സൈഡിൽ കൂടെ കാലിയായിക്കൊണ്ടിരിക്കും. അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്കാണെങ്കിൽ നല്ലപോലെ ഒരു എമൗണ്ട്. ഇലക്ട്രിക് ആവുമ്പോൾ നമ്മള് പ്ലാനിങ് പക്കയായിരിക്കണം. എന്റെ വൈഫിന്റെ വീട്ടിൽ നെക്സോണാ ഉള്ളത്. അതപ്പോ ഒരു 3 കൊല്ലം കൊണ്ട് ഒരു 18,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അതിന്റെ അത് ഒരു 15,000 കിലോമീറ്റേഴ്സ് ഞാനാ ഓടിച്ചേക്കുന്നത്. അപ്പൊ അത് 1 കിലോമീറ്റർ ഓടാൻ 10 രൂപ ചെലവാകും. അന്ന് പറഞ്ഞാൽ പെട്രോൾ AMT, ഡീസൽ ആണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പെട്രോൾ വണ്ടിയാണ്, അതിന് നല്ല എക്സ്പെൻസ് ആണ്. അപ്പൊ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ആ സെലേരിയവും ഈ നെക്സോണും കൂടെ ചേർത്ത് ഞാനൊരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മള് പെട്രോള് അല്ലെങ്കിൽ ഡീസൽ 4 വീലേഴ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാഭമാണ്. മേ ബി നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ ഇനീഷ്യൽ കോസ്റ്റിൽ കുറച്ചൊരു കൂടുതൽ വരും. പക്ഷെ അതിന്റെ 5 അല്ലെങ്കിൽ അതിന്റെ 6-7 ടൈംസ് നമുക്ക് റണ്ണിങ് കോസ്റ്റിലൂടെ തിരിച്ചു പിടിക്കാം, പ്രൊവൈഡഡ് അത്യാവശ്യം റെഗുലർ ആയിട്ട് ഓടുന്ന ആളായിരിക്കണം. ഇപ്പൊ ഒരു ഫാമിലിനെ ഞാനന്ന് ഈ മൈലേജ് ടെസ്റ്റ് പോയപ്പോ പരിചയപ്പെട്ടപ്പോ അവര് പറയാ, അവര് 1 കൊല്ലം 10,000 കിലോമീറ്റർ അവര് ഓടിക്കൊണ്ടിരുന്നത് പെട്രോൾ വണ്ടി വെച്ച്. പെട്രോൾ വണ്ടി EV എടുത്ത പിന്നെ 3 മാസം കൊണ്ട് അവര് 7,000 കിലോമീറ്റർ ആയി. 3 മാസം കൊണ്ട് 7,000. നമ്മള് ഒരു പെട്രോൾ കാർ ആണെങ്കിൽ കുറഞ്ഞത് നമുക്ക് 1 കിലോമീറ്റർ ഓടാൻ 7 രൂപ അല്ലെങ്കിൽ 6 രൂപ കുറഞ്ഞ ചെലവ്. ഒരു മന്ത്ലി 1000 ഓടുന്ന ഒരാളാണെങ്കിൽ 6,000 മുതൽ 10,000 വരെ അയാൾക്ക് ചിലപ്പോൾ ചെലവാകും. അതിന് മേലേക്കും ചെലവാകുന്ന ആൾക്കാരുണ്ട്. ഒരു മാസം 10,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു എമൗണ്ട് അല്ല. അതേസമയം നമ്മൾ ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അതേ 1000 കിലോമീറ്റർ ഓടാൻ 1000 അല്ലെങ്കിൽ അതിന് താഴേക്ക് ആവുള്ളൂ, പ്രൊവൈഡഡ് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നു. പിന്നെ അപ്പൊ തന്നെ നമുക്ക് ഒരു മന്ത്ലി തന്നെ 9,000 അടുത്ത് നമുക്ക് ഈ ഒരു പെട്രോൾ കോസ്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് റെഡി ക്യാഷിന് എടുത്ത ആൾക്കാണെങ്കിൽ അത് ബോണസ് ആണ്. അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ഇടാം. ഇൻ ഫ്യൂച്ചർ മേ ബി അതിന്റെ ഒരു പങ്കിടാം. കാരണം അയാൾക്ക് ഇനി ഇൻ ഫ്യൂച്ചർ മേ ബി ഇനി വല്ല വാറണ്ടി 8 കൊല്ലം കഴിയുമ്പോഴുള്ള കാര്യമാണ്. 8 കൊല്ലത്തേക്ക് നമുക്ക് ഇപ്പോഴും ഈ ബാറ്ററി ഒക്കെ ഇപ്പോ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബാറ്ററിക്ക് ഇത്രയും കോസ്റ്റ് വരുന്നത്. ഈ ബാറ്ററി തന്നെ ഇപ്പോ അധികം താമസിയാതെ ഇതൊക്കെ അംബാനി അദാനി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് മാർക്കറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു 2 years ഡൗൺ ദ ലൈൻ ഇതിന്റെ പ്രൈസ് ഒക്കെ ഒരുപാട് താഴേക്ക് വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 8 കൊല്ലം കഴിയുമ്പോൾ ഇതൊരു സെക്കൻഡറി കാറായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് അധികം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഒരു 1-2 ലക്ഷം സ്പെൻഡ് ചെയ്താലും ഒരു സെക്കൻഡറി കാറായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ പുതിയ ബാറ്ററി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബ്രാൻഡ് ന്യൂ. വണ്ടിയിലെ ഡെന്റസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഡിഫറെന്റ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വണ്ടിയുടെ വാറന്റി എന്ന് പറഞ്ഞ 8 years അല്ലെങ്കിൽ 1.6 lakh കിലോമീറ്റർ. അത് ഞാൻ എന്തായാലും എത്തില്ല. 1.6 ഞാൻ എന്തായാലും 1.6 എന്തായാലും എത്തില്ല. പക്ഷേ എന്റെ ഒരു സ്വഭാവം വെച്ച് 8 കൊല്ലത്തിൽ കൂടുതൽ ഞാനൊരു വണ്ടി വെക്കുകയില്ല. ഇല്ല. പക്ഷെ നമ്മളൊരു കണക്ക് വയസ്സ് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. സ്ഥിരമായിട്ട് കാറ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു 1.6 എത്തിയില്ലെങ്കിൽ ഒരു 1 lakh നമുക്ക് നോക്കാം. അപ്പോ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ ഈ 1 lakh കിലോമീറ്റർ ഓടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 to 10 lakhs അയാൾക്ക് പെട്രോൾ കോസ്റ്റില്. അത് ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് ആ 1 ലക്ഷം കിലോമീറ്റർ നമുക്ക് ഇതേ വണ്ടിയിൽ 1 ലക്ഷത്തിൽ ഓടിക്കാം.
സുഖമായിട്ട് അപ്പൊ തന്നെ 5 to 9 lakhs അതിൽ തന്നെ സേവ് ആയി. 1.6 lakhs നമ്മൾ വരുമ്പോഴത്തേക്കും ഇപ്പൊ എന്റെ ഹോണ്ട ജാസ് ആണ് ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറഞ്ഞത് 15-16 lakhs പെട്രോൾ അടിക്കേണ്ടി വരും. പിന്നെ ഇതിന് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പലരും ഇപ്പൊ ചെയ്യുന്ന കാര്യമാണ് സോളാർ വെക്കുന്നത്. സോളാർ വെക്കാനുള്ള ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 ലക്ഷം വരെയാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരാൾ ആലോചിക്കും 1000 രൂപ ഞാൻ മാസം കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് എന്തിനും ഞാൻ 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നു എന്ന് ആലോചിക്കുന്നത് ഒരു തോട്ട് പ്രോസസ്. വേറെ പലരും ആലോചിക്കുന്നത് എനിക്കൊരു മാസം 2500 രൂപയുടെ കറണ്ട് ബില്ല് വരുന്നുണ്ട്, ഞാൻ 20 കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന്റെ വില എന്താണെങ്കിലും മുകളിലേക്കല്ലേ പോവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20 കൊല്ലത്തേക്ക് കൊടുക്കാൻ പോകുന്ന എമൗണ്ട് ആണ് ഞാൻ ഇപ്പൊ ഈ സോളാർ വെച്ചുകൊണ്ട് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇൻ തോട്ട് പ്രോസസ് എല്ലാ സെഗ്മെന്റിലും ഉണ്ടാവും. അല്ല അത് മാത്രല്ല, എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി സോളാർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് റണ്ണിംഗ് കോസ്റ്റ് ഇല്ല. അപ്പൊ ഇതുവരെ 1 lakh kilometers ഓടിച്ച ആളുകളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും റേഞ്ച് ഡ്രോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല? ഇല്ല, അവര് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറഞ്ഞത്. റേഞ്ച് ഡ്രോപ്പിന്റെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഈ ഇതിന്റെ ആപ്പില് ഈ സിപ്ട്രോണിന്റെ ആപ്പില് നമുക്ക് വണ്ടിയുടെ ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാണിക്കും നമ്മുടെ ബാറ്ററി എങ്ങനെയാണ്, ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്. അപ്പൊ അതിലൊക്കെ കാണിച്ചിരിക്കുന്ന ബാറ്ററി ഹെൽത്തി ആണെന്നാണ്. 1 ലക്ഷം കഴിഞ്ഞിട്ടും 1 ലക്ഷം കഴിഞ്ഞിട്ടും. ഇതുപോലെ കംപ്ലൈന്റ്സ് വന്ന ആരെങ്കിലും അറിയോ? ബാറ്ററി റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള ഇതുവരെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗൺ നമ്മള് ചാർജിങ്ങിന് കുത്തിയിട്ട് കഴിഞ്ഞിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യണം ബേസിക്കലി അൺലോക്ക് ആവാനായിട്ട്. അപ്പൊ അത് എനിക്കും പറ്റിയിട്ടുണ്ട് ഒരു 2-3 തവണ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അൺലോക്ക് ആവാത്ത കുറച്ചധികം കേസസ് ഉണ്ട്. അത് പക്ഷെ നെക്സോണിലും ടിഗോറിലും അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മാനുവൽ സ്വിച്ച് ഉണ്ട്. നമ്മുടെ ടയറിന്റെ അടിയിൽ നമ്മൾ കൈയിട്ട ഒരു ലിവർ താഴേക്ക് താത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും. ടിയാഗോയ്ക്ക് അതില്ല. അപ്പൊ ബ്രോഡ് ഫ്യൂച്ചറിലെ പ്ലാൻ എന്തൊക്കെയാണ്? ഇത് എത്ര നാള് യൂസ് ചെയ്യാനാണ് പ്ലാൻ? അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിക്കും? അല്ലെ ഇനി ഒരു കുറച്ചുകൂടെ ഒരു ബെറ്റർ EV-യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും? എന്താണ് ആക്ച്വൽ പ്ലാൻ? ഇപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ വണ്ടി 4.5 കൊല്ലം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതെന്താണെങ്കിലും അങ്ങനെ ഇപ്പൊ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇതൊരു സെക്കൻഡറി കാറായിട്ട് ഇപ്പൊ 8 കൊല്ലം കഴിഞ്ഞ് ഇതിന്റെ ബാറ്ററിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ബാറ്ററി റീപ്ലേസ് ചെയ്തൊരു സെക്കൻഡറി കാറായിട്ട് യൂസ് ചെയ്യണം എന്നാണ് ഇപ്പൊ എന്റെ ഒരു പ്ലാൻ. അപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനും ലിവിങ് കണ്ടീഷൻസും അനുസരിച്ച് അത് ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കിതൊരു നഷ്ടക്കച്ചവടമായിട്ട് ഒരിക്കലും, നമ്മളൊക്കെ ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറീനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോഴും നമുക്കിതൊരു നഷ്ടക്കച്ചവടമായിട്ട് തോന്നുന്നില്ല. അല്ല ഇപ്പൊ എന്തായാലും 3 year കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് ഈവൻ ആവും. മുടക്കിയ പൈസ എല്ലാം തിരിച്ചു കിട്ടും. പിന്നെയും അറ്റ്ലീസ്റ്റ് ഒരു 2 years കൊണ്ട് നടന്നു കഴിഞ്ഞാലും നമുക്ക് ലാഭം തന്നെയാണ്. നമുക്ക് ഫുള്ള് ലാഭത്തോട് ലാഭമാണ്. ഇലക്ട്രിക്കിലേക്ക് വൺസ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാല് അയാള് തിരിച്ചൊരു പെട്രോൾ വണ്ടിയിലേക്ക് വരണമെങ്കിൽ അയാൾ അത്രയും കംപ്ലൈന്റുകൾ വരുന്ന ഏതെങ്കിലും വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പൊ പെട്രോൾ യൂസ് ചെയ്താലും കംപ്ലൈന്റ്സ് ഉണ്ടാവും, ഇലക്ട്രിക് യൂസ് ചെയ്താലും കംപ്ലൈന്റ്സ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, പെട്രോൾ വണ്ടികൾ നമ്മുടെ മാർക്കറ്റിൽ 70 കൊല്ലം 80 കൊല്ലമായിട്ട് ഓടി തെളിഞ്ഞ് റിഫൈൻ ആയി വന്നിട്ടും ഇന്നും കംപ്ലൈന്റ്സ് ഉണ്ട്. ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ഒരു ബേബിയാണ് ആക്ച്വലി. നെക്സോൺ AMT പെട്രോൾ, അതില് 3 മോഡാ ഉള്ളത്: എക്കോണമി, ഡ്രൈവ്, സ്പോർട്സ്. അതിലെ സ്പോർട്സ് ഇട്ട ഓടിക്കുന്ന ഫീലാണ് നെക്സോണിന്റെ ഇലക്ട്രിക്കിന്റെ നോർമൽ ഇട്ട ഓടിക്കുന്ന ഡ്രൈവ് മോഡിൽ അത്രയും എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഇല്ല. അപ്പൊ നേരെ പവർ ബാറ്ററിയിൽ നിന്ന് നേരെ മോട്ടറിലേക്കാണ്. അപ്പൊ ആ വരുന്ന ഇതിന്റെ ഡിഫറൻസ് അത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ വൈഫിന്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ AMT പെട്രോൾ ആണ്. അപ്പൊ എടുത്ത് കുറച്ച് ആള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ബോധോദയം ഉണ്ടായി, അന്ന് ഇലക്ട്രിക് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് ഞങ്ങള് ടാറ്റയിൽ പറഞ്ഞ് അവര് ഇലക്ട്രിക്കിന്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്രയും ഡിഫറൻസ് ആണ്. അല്ല ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അത് നമ്മള് അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എങ്കിലും ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് പറയുന്ന വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന ആളുകൾ പറയുന്നത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അതിനെ അളക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഈ പറയുന്ന പോലെ പണ്ട് ഞാൻ സ്കെപ്റ്റിക്കലായിരുന്നു അൺടിൽ ഞാൻ ഇതർ ഓടിക്കുന്നത് വരെ. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെയല്ല.
അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അത് ഇതറാവട്ടെ, ഓല ആവട്ടെ, ടിയാഗോ ആവട്ടെ, ഏത് വണ്ടി ആവട്ടെ, ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അത് ഒരു 90